ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം അക്രമാസക്തമായി. കൗൺസിൽ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ ശ്രമിച്ചപ്പോൾ ബി.ജെ.പി. കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ തന്നെയും മറ്റ് വനിതാ കൗൺസിലർമാരെയും ആക്രമിച്ചുവെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ.എസ്. ശബരിനാഥൻ ആരോപിച്ചു. അനിത, ത്രേസ്യാമ്മ തുടങ്ങിയ വനിതാ കൗൺസിലർമാരെ ബി.ജെ.പിക്കാർ കയ്യേറ്റം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഗുണ്ടാ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. കൗൺസിൽ യോഗം അവസാനിച്ചതിനു പിന്നാലെ ഹാജർ രജിസ്റ്ററിനെ ചൊല്ലി ബി.ജെ.പി., യു.ഡി.എഫ്., എൽ.ഡി.എഫ്. അംഗങ്ങൾ തമ്മിൽ കൗൺസിൽ ഹാളിനുള്ളിൽ വെച്ച് പരസ്യമായി ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിൽ ജനപ്രതിനിധികൾക്ക് മർദ്ദനമേറ്റതോടെ കോർപ്പറേഷൻ പരിസരത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർ സ്ഥാനം അയോഗ്യമാക്കപ്പെടും എന്ന നിയമപരമായ പ്രതിസന്ധി മറികടക്കാൻ ബി.ജെ.പി. വിഭാഗം ആസൂത്രിത നീക്കം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. ജയിലിലുള്ള ആർ. സുഗതന് ഇന്ന് ഒപ്പിടാൻ സാധിച്ചില്ലെങ്കിൽ അത് തുടർച്ചയായ രണ്ടാമത്തെ വീഴ്ചയാകുമായിരുന്നു. സുഗതനെ സഹായിക്കാനായി നഗരസഭയിലെ അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ പ്രത്യേകമായി മാറ്റിവച്ചിരിക്കുകയായിരുന്നുവെന്ന് യു.ഡി.എഫ്. ആരോപിച്ചു. ഈ ഹാജർ ബുക്കിൽ യു.ഡി.എഫ്. കൗൺസിലർമാർ ഒപ്പുവയ്ക്കുന്നതിനിടെ ബി.ജെ.പി. കൗൺസിലർമാർ അത് ബലമായി പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചതോടെയാണ് വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. രജിസ്റ്ററും കൗൺസിൽ മിനിറ്റ്സ് ബുക്കും കീറിക്കളയാൻ ശ്രമം നടന്നതായി ഇരുവിഭാഗവും ആരോപിക്കുന്നുണ്ട്. കൗൺസിൽ ഹാളിലെ സംഘർഷത്തിനിടെ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബി.ജെ.പി. കൗൺസിലറുമായ ചെമ്പഴന്തി ഉദയൻ പ്രതിപക്ഷ അംഗങ്ങളെ ക്രൂരമായി മർദ്ദിച്ചതായി ഗുരുതരമായി ആരോപണം ഉയർന്നു. മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ ശ്രമിച്ചപ്പോൾ ചെമ്പഴന്തി ഉദയൻ തന്നെയും ഒപ്പമുണ്ടായിരുന്ന അനിത, ത്രേസ്യാമ്മ, ഷേർലി തുടങ്ങിയ വനിതാ കൗൺസിലർമാരെയും ക്രൂരമായി ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ.എസ്. ശബരിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങളുടെ ഹാജറിൽ അസ്വാഭാവികത ചൂണ്ടിക്കാണിച്ച കെ. ശബരിനാഥന്റെ മുഖത്ത് ചെമ്പഴന്തി ഉദയൻ അടിക്കുകയായിരുന്നുവെന്നും തടയാൻ ശ്രമിച്ച കൗൺസിലർ ഷേർലിക്കും മർദ്ദനമേറ്റതായും പരാതിയിലുണ്ട്. ബി.ജെ.പി. കൗൺസിലർമാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും വിദ്യാഭ്യാസമില്ലാത്ത വെറും നികൃഷ്ടജീവികൾ എന്നാണ് ശബരിനാഥൻ വിശേഷിപ്പിച്ചത്. സുഗതനെ തിരികെ കൗൺസിലിൽ പ്രവേശിപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ ഗൂഢശ്രമങ്ങൾ തങ്ങളുടെ കൊക്കിന് ജീവനുള്ളതുവരെ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷനിൽ നടന്ന സമരങ്ങൾക്കിടെ പരിക്കേറ്റ എൽ.ഡി.എഫ്. കൗൺസിലർമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കാട്ടായിക്കോണം കൗൺസിലർ സിന്ധു ശശി ഉൾപ്പെടെയുള്ള 3 കൗൺസിലർമാരെ അതീവ ഗുരുതരാവസ്ഥയിൽ ആംബുലൻസിലാണ് നഗരസഭയിൽ എത്തിച്ചത്. വീൽചെയറിലിരുന്നാണ് എൽ.ഡി.എഫ്. കൗൺസിലർമാർ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സുഗതന്റെ രാജി വിഷയം കൗൺസിലിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് എൽ.ഡി.എഫ്. പാർലമെന്ററി നേതാവ് എസ്.പി. ദീപക് കൗൺസിലിൽ ആവശ്യപ്പെടുകയും പ്ലക്കാർഡുകൾ ഉയർത്തി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പര മുദ്രാവാക്യം വിളികളോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു.